നമസ്കാരം. താഴ്ഭാഗത്ത് പ്രഗ്നൻസി സമയത്ത് താഴ്ഭാഗത്ത് അല്ലെങ്കിൽ വജൈനൽ പെയിൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അത് കൂടുതലും 5 മാസം കഴിഞ്ഞിട്ടാണ് പലരും കംപ്ലൈൻറ്റ് പറയുക. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് പ്രഗ്നൻസി അത് ഉണ്ടാകും. ഡെലിവറി ആയി കഴിഞ്ഞാൽ മാത്രമേ അത് മാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ഈ വജൈനൽ പെയിൻ്റെ കാരണം. അതിന് കുറച്ച് നോർമൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന റീസൺസ് ഉണ്ടാകാം, അല്ലെങ്കിൽ കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാകാം. ഇന്ന് ആദ്യം പറയുന്നത് നോർമലായിട്ട് പ്രഗ്നൻസിയുടെ ചേഞ്ചസ് കാരണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വജൈനൽ പെയിൻ ഉണ്ടാകാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം പറയട്ടെ, നമ്മുടെ ഹോർമോൺസ് കാരണം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതായത് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നുണ്ട്. അതുപോലെ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നുണ്ട്. ഇത് വരുമ്പോൾ എന്ത് സംഭവിക്കും? താഴ്ഭാഗം, അതായത് നമ്മുടെ ഇടുപ്പെല്ലിന് ആ ചുറ്റുമുള്ള ആ മസിൽസ്, ലിഗമെൻറ്റ്സ്, ഇടുപ്പെല്ല് ഇതെല്ലാം ഒന്ന് റിലാക്സ് ചെയ്യും. അത് കാരണം ഒരു വജൈനൽ പെയിൻ ഉണ്ടാകാം. രണ്ടാമത്തേന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാൻ, അതായത് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങളിലേക്കെല്ലാം രക്തഓട്ടം കൂടും. അപ്പോൾ ഈ രക്തഓട്ടം കൂടുന്നത് കാരണം അതൊരു താഴ്ഭാഗത്തൊരു ഫുൾനെസ്സോ അല്ലെങ്കിൽ ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒരു പെയിനായിട്ടോ ഫീൽ ചെയ്യാം. മൂന്നാമത് പറയുന്നത് റൗണ്ട് ലിഗമെൻറ്റ് സ്ട്രെച്ച് പെയിൻ ആണ്. അതിന് നിങ്ങൾ ആദ്യം റൗണ്ട് ലിഗമെൻറ്റ് എന്താണെന്ന് അറിയണം. നമ്മുടെ യൂട്രസ് ഇടുപ്പെല്ലിനുള്ളിലാണ് ഇരിക്കുന്നത്. അതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ കുറച്ച് കയറ് പോലെ അതിനെ വലിച്ചു നിർത്താനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ലിഗമെൻറ്റ്സ് എന്ന് പറയുക. അതിലൊരു ലിഗമെൻ്റ് ആണ് റൗണ്ട് ലിഗമെൻറ്റ്. അത് യൂട്രസിൻ്റെ മേൽഭാഗത്ത് നിന്നും 2 സൈഡിൽ നിന്നും വന്ന് നമ്മുടെ വയറിലുള്ള ഒരു ചെറിയ ഹോള് വഴി ഇറങ്ങി നമ്മുടെ മൂത്രസഞ്ചി, അതായത് മൂത്രനാളിയുടെ തൊട്ട് മുകളിലായിട്ട്, മൂത്രം ഒഴിക്കുന്ന ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് എല്ലിലേക്ക് ചെന്ന് അറ്റാച്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്രസ് ചെറുതായിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കിന് യൂട്രസ് കുറച്ച് വലുതാവും, കുറേശ്ശെ മേളിലോട്ട് വലുതാവാൻ തുടങ്ങും. ഇടുപ്പെല്ലിൽ നിന്ന് മേളിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? യൂട്രസ് വലുതാകുന്നതിനനുസരിച്ച് ഈ റൗണ്ട് ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ആവാൻ തുടങ്ങും. ഈ സ്ട്രെച്ചിങ് പെയിൻ ആണ് റൗണ്ട് ലിഗമെൻറ്റ് സ്ട്രെച്ച് പെയിൻ എന്ന് പറയുന്നത്. മിക്കവാറും ഉള്ളവർക്ക് ഒരു 3rd മന്ത് കഴിയുമ്പോഴത്തേക്കിനൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങും. പക്ഷേ ഇത് കൂടുതലും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് 3rd പ്രഗ്നൻസി, 2nd പ്രഗ്നൻസി, 3rd പ്രഗ്നൻസി, 4th പ്രഗ്നൻസി ഒക്കെ ആവുന്നവരാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു, പക്ഷേ ഈ വേദന എനിക്ക് സഹിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ആദ്യത്തെ പ്രഗ്നൻസിയിൽ നിങ്ങളുടെ അബ്ഡമൻ, അതായത് വയറിൻ്റെ മസിൽസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരുന്നു. അത് കാരണം യൂട്രസിനെ പ്രോപ്പറായിട്ട് അത് താങ്ങി നിർത്തുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ യൂട്രസിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവാണ്. നേരെ മറിച്ച് 2ാമത്തെ 3ാമത്തെ ഒക്കെ പ്രഗ്നൻസി ആകുമ്പോൾ മസിൽസ് എല്ലാം ഭയങ്കര റിലാക്സ്ഡ് ആണ്. നമ്മൾ എക്സസൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് മസിൽസ് ടൈറ്റ് ആക്കിയിട്ടുണ്ടാവില്ല. അപ്പം യൂട്രസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അത് കാരണം ഈ സ്ട്രെച്ചിങ് പെയിനും കൂടുതലായിരിക്കും. അത് കൂടുതലും വരുന്നത് കിടന്നിട്ട് എണീക്കുമ്പോൾ, കിടന്നിട്ട് ചരിയുമ്പോൾ, ഇരുന്നിട്ട് എണീക്കുമ്പോൾ, അപ്പോഴത്തേക്കിന് ഒരുപാട് നടക്കുമ്പോഴൊക്കെയാണ് ഈ റൗണ്ട് ലിഗമെൻറ്റ് സ്ട്രെച്ച് പെയിൻ കൂടുതലായിട്ട് വരിക. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂബിക് സിംഫൈസിസ് പെയിൻ. അതായത് നമ്മുടെ ഇടുപ്പെല്ലെന്ന് പറയുന്ന 2 എല്ലുകൾ തമ്മിൽ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിലെ ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു കാർട്ടിലേജിനസ് ജോയിൻ്റ് ആണ്. അതായത് ഭയങ്കര കട്ടിക്കുള്ളൊരു ജോയിൻ്റ് അല്ല, അത് കുറച്ചൊന്ന് വികസിക്കാൻ അനുവദിക്കുന്ന ഒരു ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ജോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 1/2 ഇഞ്ച് മുതൽ 1-1.5 ഇഞ്ച് വരെ നമ്മൾ ഡെലിവറി സമയത്ത് ഇത് വിട്ടുവരും. എന്തിനു വേണ്ടി? ബേബിയെ പ്രോപ്പറായിട്ട് ഇടുപ്പെല്ലിനുള്ളിലേക്ക് ഇറങ്ങി വരാൻ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് ഗീവ് അവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇടുപ്പെല്ല് വിട്ട് ഇത് വരുമ്പോൾ, അതായത് ചിലർക്ക് ഇത് ഡെലിവറി സമയത്ത് മാത്രമല്ല, അതിന് മുന്നേ തന്നെ ഇത് കുറച്ചൊന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയും അവിടുത്തെ ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫെക്ഷൻ, ചെറിയൊരു ചോപ്പ് വരികയും ചെയ്യാം. അത് വരുമ്പോഴത്തേക്കിനും അവിടെ ത്രൂ ഔട്ട് അവർക്കൊരു പെയിൻ ഉണ്ടാവും. അത് ആ ബോണിൻ്റെ പുറത്ത് തൊടുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാൻ പറ്റും. പ്യൂബിക് സിംഫൈസിസ് പെയിൻ ആണെങ്കിൽ അത് നമ്മുടെ ഇടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടുത്തെ എല്ലിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് പെയിൻ ഉണ്ടാവും. അത് മിക്കവാറും ഉള്ളവർക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോഴത്തേക്കിനെ അത് മാറുള്ളൂ. അപ്പോൾ അതാണ് പ്യൂബിക് സിംഫൈസിസ് പെയിൻ എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ഞാൻ പറഞ്ഞു. പിന്നെ പറയുന്നത് സെർവൈക്കൽ ചേഞ്ചസ്. അതായത് കുറച്ച് ഡെലിവറി അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 36 വീക്സ് 37 വീക്സ് എത്തുമ്പോഴത്തേക്കിന് യൂട്രസിൻ്റെ താഴ്ഭാഗം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും നോർമൽ ഡെലിവറിക്ക് വേണ്ടി. അപ്പോൾ സെർവിക്സ് അഥവാ യൂട്രസിൻ്റെ ഗളഭാഗം കുറച്ചുകൂടെ സോഫ്റ്റ് ആവും, തിന്നാവും. അത് കാരണം അത് ഹെഡിൽ ഇറങ്ങി വരുന്നത് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് കാരണം ഒരു വജൈനൽ പ്രഷർ അല്ലെങ്കിൽ വജൈനൽ പെയിൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന പെയിൻ എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി ഗ്രോയിങ് യൂട്രസ്. അതായത് യൂട്രസ് വലുതാവുകയാണ്, യൂട്രസിനുള്ളിലെ കുട്ടിക്ക് വെയിറ്റ് കൂടുകയാണ്, യൂട്രസിൻ്റെ ചുറ്റുമുള്ള, അതായത് കുട്ടിക്ക് ചുറ്റുമുള്ള വെള്ളം കൂടുകയാണ്, പ്ലാസൻ്റ കൂടുകയാണ്. അപ്പോൾ നിയർ ടേം അഥവാ ഡെലിവറി അടുപ്പിച്ചൊക്കെ ആവാറാകുമ്പോഴത്തേക്കിന് കുട്ടിക്ക് ഒരു 3-3.5 കിലോ ഉണ്ടാകും, മറുപിള്ളയ്ക്ക് ഒരു 1 കിലോ ഒക്കെ ഉണ്ടാവും, അതിന് ചുറ്റുമുള്ള വെള്ളവും അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ താഴേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. അത് കാരണം താഴേക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യാം. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പ്രഷർ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ പെയിൻ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ
ഒരുപാട് ഹെവി വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ താഴെ പെൽവിക് മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാവുകയും അത് കാരണം പെയിൻ ഉണ്ടാവുകയും ചെയ്യാം. ഇതെല്ലാം നോർമലായിട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് വജൈനൽ പെയിൻ വരാം. മെയിനായിട്ട് പറയുന്നത് വജൈനൽ ഇൻഫെക്ഷൻസ് ആണ്. അതായത് ബാക്ടീരിയലോ ഫംഗലോ ഇൻഫെക്ഷൻസ് താഴ്ഭാഗത്ത് ഉണ്ടാവുകയും അത് കാരണം ഡിസ്ചാർജ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ വജൈനയിൽ ഒരു ബേണിംഗ് സെൻസേഷൻ അഥവാ പെയിൻ കുത്തുന്ന രീതിയിലുള്ള ഒരു വേദന ഉണ്ടാവാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻസ്, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും വജൈനയിൽ പെയിൻ ഫീൽ ചെയ്യാറുണ്ട് പലർക്കും. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൾവൽ വേരിക്കോസിറ്റീസ്, അതായത് നമുക്ക് കാലിൽ വേരിക്കോസ് വെയിൻ വരുന്നത് പോലെ തന്നെ താഴ്ഭാഗത്ത് ആ വജൈനയുടെ ആ ഭാഗത്തുള്ള ഞരമ്പുകളിൽ രക്തം കെട്ടിക്കിടക്കാനും അത് വലുതായിട്ട് വലിയ ഞരമ്പുകളായിട്ട് നമുക്ക് കാണാനും പറ്റും. അങ്ങനെയുള്ളവർക്ക് അവിടെ ഒരു പ്രഷറും ഒരു പെയിനും ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബ്രാക്സ്റ്റൺ കൺട്രാക്ഷൻസ്, അതായത് പെയിൻ ഇല്ലാതെ വരുന്ന കൺട്രാക്ഷൻസ് കാരണവും നമുക്ക് താഴ്ഭാഗത്തേക്ക് പ്രഷറോ പെയിനോ ഫീൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് നേരം നിൽക്കുക, ഒരുപാട് നേരം കിടക്കുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് എടുത്ത് പോകുക, ഇതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. പ്രോപ്പറായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക, കുറച്ച് യോഗ അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് അല്ലെങ്കിൽ കുറച്ച് മോഡറേറ്റ് വാക്കിംഗ് ഇതൊക്കെ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ലിഗമെൻറ്റ്സും ജോയിൻസും ഒക്കെ റിലാക്സ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ നൈറ്റ് കിടക്കുമ്പോഴാണ് പെയിൻ കൂടുതലെന്നുണ്ടെങ്കിൽ റൗണ്ട് ലിഗമെൻറ്റ് പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പിബിക് സിംഫൈസിസിൻ്റെ പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പില്ലോ എടുത്ത് കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് കിടക്കാം. അതിനൊക്കെ സഹായിക്കുന്നതാണ് മെറ്റേണിറ്റി പില്ലോസ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ വേണ്ടി ഒരു പ്രഗ്നന്റ് ലേഡിയെ സഹായിക്കുന്നതാണ് മെറ്റേണിറ്റി പില്ലോസ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൈറ്റ് ഉണ്ടാകുന്ന പെയിൻ കുറഞ്ഞിരിക്കും. കൂടുതലും നമ്മൾ നൈറ്റാണ് പെയിൻ അറിയുക. കാരണം പകല് ഫുള്ള് അമ്മ ആക്റ്റീവ് ആയിരിക്കും, ബാക്കി എല്ലാവരുടെ ഇടയിലായിരിക്കും, സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും, ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും. രാത്രി ചെന്ന് കിടക്കാൻ പോകുമ്പോഴാണ് ഈ വേദനകളെല്ലാം കൂടെ അറിഞ്ഞു തുടങ്ങുക. അതാണ് രാത്രിയിൽ ഉണ്ടാകുന്ന പെയിനുള്ള മെയിൻ കാരണം. അപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി തോന്നുകയാണ്, ഡിസ്ചാർജ് ഉണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഡോക്ടറിനെ കാണിക്കാം. അതുപോലെ തന്നെ പെയിൻ വരുന്നതോടൊപ്പം തന്നെ യൂട്രസ് ടൈറ്റ് ആകുന്നുണ്ട്, അത് കൂടി വരികയാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറിനെ കാണിക്കണം. നന്ദി, നമസ്കാരം.